അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദില നൂറ. നോക്കുക, റമദാൻ മാസത്തിൽ ഒരൊറ്റ നോമ്പ് പോലും എടുക്കാതെ ഇവർ പറയുകയാണ്, നോമ്പ് പിടിച്ചവർക്ക് ഉപദേശിക്കുകയാണ്, നിങ്ങൾ നന്നാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അതിനുശേഷം ഇവർ റമദാൻ ആശംസ അറിയിക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, എന്റെ ഫാമിലി ആയ എന്റെ പാത്തുമാരുടെ റമദാൻ മുബാറക്ക് പറയാൻ വേണ്ടി വന്നതാണ്. റമദാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി അല്ലെ പാത്തുമ്മ? ഞങ്ങളാണ് ലേറ്റ് അയക്കുന്നത് റമദാൻ കരീം പറയാൻ. സോ വി വിഷ് യു ഗൈസ് ഹാപ്പി വെരി ഹാപ്പി റമദാൻ കരീം. എല്ലാവർക്കും ആരോഗ്യാഫിയത്വം ഒക്കെ തരട്ടെ. ഇനിയെങ്കിലും ഈ റമദാൻ ഈ 30 ദിവസം മാത്രം നല്ല കുട്ടികളായിട്ട് ഇരിക്കാതെ ഇനിയും അങ്ങോട്ടും നല്ല കുട്ടികളായിട്ട് ഫോർ ദ റെസ്റ്റ് ഓഫ് 11 months ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാണ്ട്, ബാക്ക് ബൈറ്റ് ചെയ്യാണ്ട് നല്ലതായിട്ടിരിക്കുക. ഹെൽത്ത് ഒക്കെ നന്നായിട്ട് വെക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പെരുന്നാക്കുക. നോക്കുക, എനിക്ക് ഈ ഒരു ആശംസാ വീഡിയോ തോന്നിയത് ഇതൊരു തമാശ രൂപമാണ്. ഇത് മുസ്ലിം സമൂഹത്തെ നല്ല രീതിയിൽ താഴ്ത്തി പറഞ്ഞ ഒരു ആശംസയാണ്. നമുക്കറിയാം, നല്ല രീതിയിലുള്ള ആക്ടർമാരൊക്കെ റമദാൻ മുബാറക്കൊക്കെ ആശംസ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കാറുമുണ്ട്. പക്ഷെ ഈ ആശംസ നോക്കുക, ചിരിച്ചുകൊണ്ട് തമാശ രൂപത്തിലാണ് പറയുന്നത്. അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയും, ആദില നൂറക്ക് ചിലപ്പോൾ നോമ്പ് ഉണ്ടെങ്കിലോ, നോമ്പ് പിടിച്ചായിട്ടുണ്ടാവും ചിലപ്പോ ആദില നൂറ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, നീ ചിലപ്പോൾ കള്ളം പറയുന്നതായിട്ടുണ്ടാവും, നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ഓക്കെ, നമുക്ക് ആദില നൂറയോട് തന്നെ ചോദിച്ചു നോക്കാം, നിങ്ങൾക്ക് നോമ്പുണ്ടോ? ഓക്കെ, അവർ പറയുന്ന ആൻസർ തരില്ലേ? നോമ്പ് തുറന്നോ? നോമ്പില്ല ഇതെങ്ങനെ തുറക്കാൻ? നോക്കുക, ക്ലിയർ ആയി കൃത്യമായി പറഞ്ഞല്ലോ, നോമ്പില്ല എങ്ങനെ തുറക്കാനാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ആശംസ ഒക്കെ പറഞ്ഞ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്? നിങ്ങളുടെ നാമം, നിങ്ങളുടെ പേര് മുസ്ലിം എന്നല്ലേ? അപ്പോ ഈ നോമ്പൊക്കെ ഉള്ളത് മുസ്ലിമുകൾക്കാണ്. അപ്പോൾ നിങ്ങൾ നോമ്പൊന്നും എടുക്കാതെ ആർക്ക് വേണ്ടിയിട്ടാണ് നോമ്പിന്റെ ആശംസ പറയുന്നുണ്ട്? അതിനുശേഷം പറയുന്നുണ്ട്, ഈ ഒരു മാസമല്ല വേറെ ചില മാസങ്ങളിലും നിങ്ങൾ നന്നാവണമൊക്കെ നിങ്ങളാണോ ഉപദേശിക്കുന്നത്? ആദ്യം സ്വയം നന്നാവുക. ഒരൊറ്റ കാര്യം പറയുകയാണ്, നല്ലവരായ ഹൈന്ദവർ, എന്റെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്കൊപ്പം, ഞാൻ സൗദി അറേബ്യയിലാണ് ഉള്ളത്, എന്റെ ഒപ്പം നോമ്പ് തുറക്കാൻ വേണ്ടി അവരടക്കം ഒരു വെള്ളം പോലും കുടിക്കൂല. വല്ലാഹി സത്യം ഞാൻ പറയുന്നത്. നോക്കുക, ബാങ്ക് കൊടുക്കുമ്പോഴാണ് അവരടക്കം ഫുഡ് കഴിക്കുന്നത്. അത് നോമ്പിനുള്ള ഒരു റെസ്പെക്ട് ആണ്. നല്ലവരായ സഹോദരങ്ങൾ പോലും റമദാൻ മാസത്തിന് റെസ്പെക്ട് കൊടുക്കുമ്പോൾ ഇവർ നോക്കുക, റമദാൻ ഒരു നോമ്പ് പോലും എടുക്കാതെ ആശംസ പറഞ്ഞ് കൊണ്ടുവരികയാണ്. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം നമുക്ക്. മദ്രസ എത്ര പഠിച്ചിട്ടുണ്ട്? ഇവിടെ മദ്രസയിൽ പോയിട്ടില്ല ഇല്ലല്ലോ ബേബിയെ? മദ്രസയിൽ പോയിട്ടില്ല, അല്ല സ്കൂളിന്റെ കൂടെ തന്നെ ആയിരുന്നു മദ്രസ. അങ്ങനെയാണോ? ഇത്ര നാളായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ മോള്. പക്ഷെ അത് ലൈക്ക് എന്താ പറയാ, ഇസ്ലാമിക് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക്. അങ്ങനെ അത് മദ്രസയല്ല, ഞാൻ മദ്രസയിൽ പോയിട്ടില്ല, അവള് മദ്രസയിൽ പോയിട്ടില്ല. എനിക്ക് മദ്രസ ഉണ്ടായിരുന്നു ഖുർആനോത്ത്, ഹിഫ്ള്, മറ്റേ 4 ബുക്കില്ലേ, ഫിഖ്, മറ്റേ ആ ബുക്കൊക്കെ. നോക്കുക, ഇതിലുള്ള രണ്ടിലൊന്ന്, യാദിലയോ നൂറോ, എനിക്ക് ഈ നിങ്ങളുടെ പേര് ക്ലിയർ ആയി അറിയില്ല ആരാണെന്ന്. അപ്പൊ ഒരെണ്ണം പറയുന്നുണ്ട് മദ്രസ എന്ന് പറയുന്നത്, ഇഫുൽ ഉണ്ട്, താരീഖ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഫിഖ് എന്നൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ അറിയാം, ഇസ്ലാമിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാം. എന്നിട്ടാണ് ഈ പരിപാടി. എനിക്ക് പറയാനുള്ളത്, നോമ്പെടുക്കണ്ട, ഓക്കെ, നല്ല കാര്യങ്ങളാണ്, നിങ്ങളെ പോലത്തോട് നോമ്പെടുക്കണ്ടെന്നേ പറയുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇതിനെയൊക്കെ യൂട്യൂബിൽ ലൈവൊക്കെ ഇട്ട് ഇങ്ങനെ പറയുന്നത്? നോമ്പില്ല, റമദാനിന് ആശംസ ഒക്കെ നാളമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, അടുത്തതും കൂട്ടി കേട്ട് നോക്കാം നമുക്ക്. ഈദിന് ഞങ്ങൾ എങ്ങനത്തെ ഡ്രസ് എടുക്കണം എന്നാണ് ഇനി സജഷൻസ്? ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ആരോടും ഇങ്ങനെ സജഷൻസ് ഒന്നും ചോദിക്കാനില്ല. സോ വിൽ കം ഹിയർ ആൻഡ് ആസ്ക്. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഈദിനൊക്കെ മോസ്റ്റ്ലി ചുരിദാറൊക്കെ ആണ് പറയുകയാണ്. ഈദിന് ഡ്രസ്സ് ആർക്കാണ് ഡ്രസ്സ്? അതായത് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർക്കാണ് ഈദുള്ളത്, പെരുന്നാളുള്ളത്, അവരാണ് ഡ്രസ്സ് എടുക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ളവർക്കാണ് ഈദുള്ളത്. എന്താണ് പെരുന്നാളിന്റെ വില അറിയാം നിങ്ങൾക്ക്? ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. നല്ല ചൂടായോണ്ട് ഇപ്പൊ നോമ്പെടുക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പോ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നല്ലോണം ഹൈഡ്രേറ്റഡ് ആക്കാൻ നോക്കണം എല്ലാരും, അല്ലേ? കാരണം ചൂട് കൂടിക്കൊണ്ട് വരികയാണ്. ന്യൂസ് കാട്ടിയില്ലേ, ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സോ എല്ലാരും ഹെൽത്ത് നോക്കുക, ബി ഹൈഡ്രേറ്റഡ്. ഉപദേശം, അതായത് നോമ്പ് പിടിക്കുന്നവർക്കുള്ള, നോമ്പ് പിടിച്ച തങ്ങന്മാരിൽ നിന്നൊരു ഉപദേശം. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു സോറിയാണ്, തങ്ങന്മാരെന്നൊരു യൂസ് ചെയ്യാൻ പറ്റൂല എന്നെങ്കിൽ ഞാൻ പറയുകയാണ്. ഇവരുടെ ഒരു ഉപദേശം, അതായത് നോമ്പെടുക്കുന്നവർക്ക് ചൂടാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ്. നോമ്പെടുക്കുന്നവർക്ക് അറിയാം അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. നിങ്ങൾ പഠിപ്പിക്കണ്ട, നിങ്ങൾ ആദ്യം നിങ്ങൾ നന്നാവും. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. സാധാരണ പെണ്ണുങ്ങളിൽ
നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമായി തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഞങ്ങൾ സാധാരണയിൽ സാധാരണയായ പെണ്ണുങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് കൊമ്പൊന്നും ഇല്ല മാൻ. കൊമ്പോ വാലോ അതോ ഒന്നുമില്ല. ഡിഫറൻസ് ഇല്ലേ? ഞങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് ഞങ്ങൾ കം ഔട്ട് ചെയ്ത് ആ ഒരു ഡിഫറൻസ് ആണ് ഇതിലുള്ളത് പെണ്ണുങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അല്ലാണ്ട് അതിൽ പെണ്ണുങ്ങളുടെ സാധാരണ there is no category something like that. ഞങ്ങളെ സാധാരണ പോലെ കാണും. നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് തെറ്റാണ്. ഞങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പോലെ നിങ്ങളല്ല. ഞങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ ഏജ് ആകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചു വിടും. അതായത് നിങ്ങളെപ്പോലെ ഒരു പെണ്ണിന്റെ കൂടെ അല്ല ജീവിക്കുന്നത്. എന്തൊന്നാണ് ഇത്? സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഭീഷണിയാണ്. ഇവന്മാരൊക്കെ ഉണ്ടെങ്കിൽ തീമഴ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാവർക്കും പ്രശ്നമാണ് ഇവരെ കണ്ട്. നമ്മളിപ്പോ ഉദാഹരണം നിങ്ങൾ പറയും, അതായത് ഇസ്ലാം മതത്തിൽ മാത്രമാണ് ഈ പ്രശ്നമല്ല, ഇത് ലോകത്തിൽ തന്നെ പ്രശ്നമാണ്. ഒരു പെണ്ണും ഒരു ആണുമാണ് ജീവിക്കുക എന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പോ നിങ്ങളൊക്കെ ചോദിക്കും, നോമ്പ് മാസത്തിൽ നീ എന്തിനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, നീ ഇവരൊക്കെ കാണുന്നില്ലേ? അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, റമദാൻ മാസത്തിൽ റമദാൻ പരമായുള്ള കണ്ടന്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. IPL സമയത്ത് IPLന്റെ കണ്ടന്റും ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസിന്റെ കണ്ടന്റും ഞാനൊരു മിക്സ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇടുന്നത്. അതായത് ഒരു സമൂഹത്തെ പറ്റി പറയാനോ അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഞാൻ മിക്സ്ഡ് ആയി, ഞാൻ ഇതിങ്ങളൊക്കെ കാണും, ഇതൊക്കെ കണ്ടന്റ് ഇടും, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ കണ്ടു. ഞാൻ കഴിഞ്ഞ കമന്റിൽ കുറെ കണ്ടതാണ്. അപ്പൊ ഞാൻ നോമ്പ് പിടിക്കലുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോ സീസൺ ആകുമ്പോൾ അതിന് പരമായിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റമദാൻ മാസത്തിൽ റമദാൻ, IPL സമയത്ത് IPL, പിന്നെ ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസ്, മൂവിന്റെ റിവ്യൂ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.